സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ഇന്ന് പകുതി നോമ്പ്, വലിയ നോമ്പിലെ 25-ാം ദിനം. നമ്മുടെ ഈ യാത്ര പകുതി ദൂരം പിന്നിടുമ്പോൾ ഉള്ളിലുള്ള അഹന്തകളെ മാറ്റി കൂടുതൽ വിനയപ്പെടാനും സമസൃഷ്ടികളെ സ്നേഹിക്കുവാനും ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുവാനും ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ക്രൂശിനെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാനങ്ങളെല്ലാം. ചില സഭകളിൽ ഇന്ന് ദൈവാലയ മധ്യത്തിൽ കുരിശ് ഉയർത്തപ്പെടുന്നുണ്ട്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, വീണ്ടെടുക്കലിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ഇനിയുള്ള യാത്രകളും ക്രൂശിലേക്ക് നോക്കിയാകട്ടെ. കുരിശിനെ അഭിമുഖീകരിക്കുവാനായി തന്റെ ശിഷ്യരെ ഒരുക്കുന്ന യേശുവിനെയാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. യേശുവും ശിഷ്യന്മാരും പെസഹ പെരുന്നാളിനായാണ് യെരുശലേമിലേക്ക് പോയത്. ഈ യാത്രയിൽ വലിയൊരു പുരുഷാരവും കൂടെയുണ്ട്. യേശു അവർക്ക് മുൻപായി നടക്കുന്നത് കണ്ട് അവർ വിസ്മയിച്ചു എന്നും അനുഗമിക്കുന്നവർ ഭയപ്പെട്ടു എന്നും ഇവിടെ വായിക്കുന്നു. മതമേലധ്യക്ഷന്മാർക്കും മറ്റും യേശുവിനോടുള്ള വൈരാഗ്യവും എതിർപ്പും മാത്രമല്ല, ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിന് ശേഷം അവനെ കൊല്ലുവാനായി തിരയുന്നതുമെല്ലാം അവർക്കും അറിവുള്ളതാണ്. അങ്ങനെയുള്ള അവസരത്തിലും യെരുശലേമിലേക്ക് പോകുവാൻ മാത്രമല്ല, മുൻപിൽ നിന്ന് തങ്ങളെ നയിക്കുവാനും കാണിക്കുന്ന അസാമാന്യ ധൈര്യം അവരെ വിസ്മയഭരിതരാക്കിയിരിക്കാം. എന്നാൽ അതിനൊരു മറുപുറവുമുണ്ട്. അനുഗമിച്ചവരുടെ മെസ്സിഹ സങ്കല്പം റോമൻ ഗവൺമെന്റിനോട് എതിർത്ത് തങ്ങളുടേതായ രാജ്യം സ്ഥാപിക്കുന്ന മെസ്സിഹ എന്നുള്ളതായിരുന്നു. പക്ഷേ യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം മത നേതാക്കളെയും പ്രമാണിമാരെയും ഒക്കെ ദേഷ്യം പിടിപ്പിക്കുന്നതിനാൽ അവർ എന്ത് ശിക്ഷയാകും അവന് നൽകുക എന്നും മാത്രമല്ല, നസറേയനായ യേശുവിനെ പിൻഗമിച്ചതിനാൽ തങ്ങൾക്കും അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമോ എന്നതുമാവാം അവരുടെ ഭയത്തിന് കാരണം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പ്രകാരം ശിഷ്യന്മാരോട് തനിക്ക് യെരുശലേമിൽ ഏൽക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങളെ കുറിച്ചുള്ള യേശുവിന്റെ 3-ാമത്തെ വെളിപ്പെടുത്തലാണ് ധ്യാനഭാഗത്തുള്ളത്. 8-ാം അധ്യായം 31-ാം വാക്യത്തിലും 9-ാം അധ്യായം 31-ാം വാക്യത്തിലും അവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് ഏൽക്കേണ്ടി വരുന്ന കഷ്ടതകൾ ശിഷ്യന്മാരെ ഭയപ്പെടുത്തുന്നതിനായല്ല യേശു പറഞ്ഞത്, അവരെ മാനസികമായി ധൈര്യപ്പെടുത്തുന്നതിനാണ്. കുരിശിനെ അഭിമുഖീകരിക്കുക എന്നത് ജീവിതത്തിലെ പരാജയങ്ങളെ സ്വീകരിക്കുക എന്നതല്ല, ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ പങ്കാളികളാകാനുള്ള ഒരുക്കമാണത്. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ രക്ഷാപദ്ധതികളാണെന്ന ഉറച്ച ബോധ്യമായിരുന്നു ക്രിസ്തുവിനുള്ളത്. ദൈവേഷ്ടം നിറവേറ്റാനായാണവൻ ലക്ഷ്യബോധത്തോടെ മുന്നേറിയത്. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിരിക്കുന്നതാണിത്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ മറുതലിപ്പിന്റെയും തിരസ്കരണത്തിന്റെയും അനുഭവത്തിലേക്ക് കടന്നുപോയ ഇസ്രായേൽ ജനം അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചു വീണപ്പോൾ ദൈവജനത്തിന്റെ വിമോചകനായ മോശെ മരുഭൂമിയിൽ നെഹുഷ്ടാൻ എന്ന താമ്രസർപ്പത്തെ ഉയർത്തുകയും അതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അതുപോലെ പാപത്താൽ നിറയപ്പെട്ട ലോകത്തിൽ ദൈവപുത്രനും ഉയർത്തപ്പെടണമെന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശ് യാദൃശ്ചികമായി വന്ന ഒന്നല്ല, മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി ദൈവം ഒരുക്കിയ വഴിയാണത്. ആ ക്രൂശിതനിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ലോകദൃഷ്ടിയിൽ കുരിശ് ഒരു ഭോഷത്വമായി തോന്നാമെങ്കിലും ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയും വെളിപ്പെടുന്നത് അതിലാണെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ അഭിമാനവും സ്വാർത്ഥതയും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയം വെക്കുമ്പോഴാണ് കുരിശിനെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗുരു അനുഭവിക്കേണ്ടി വരുന്ന പീഡകളും സങ്കടങ്ങളും എല്ലാം ഓർത്ത് ഭയന്നും ദുഃഖിച്ചു വിരിക്കാനല്ല,
മരണത്തെ ജയിക്കുന്ന ഒരു ഉയർപ്പുണ്ട് എന്നും കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ക്രൂശിനെ നിന്ദയായും പാപമായും കണ്ടിരുന്ന സമൂഹത്തിൽ അത് പുതുജീവനിലേക്കുള്ള വഴിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് യേശു. കുരിശ് ഒരിക്കലും അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്, മഹത്വത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള വാതിൽ. യേശുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പത്രോസ് അവനെ ശാസിക്കുന്നുണ്ട്. കാരണം അതിലെ ദൈവീക പദ്ധതി അവൻ മനസ്സിലാക്കിയില്ല. അതിനാലാണ് കർത്താവ് അവനെ സാത്താനെ എന്ന് വിളിക്കുന്നത്. തന്റെ ശിഷ്യന്മാരാരും നഷ്ടമാകാതെ ആ കുരിശിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകണമെന്നതായിരുന്നു ക്രിസ്തു ആഗ്രഹിച്ചത്. എന്നാൽ അപ്പോൾ ശിഷ്യന്മാർ അത് ഗ്രഹിച്ചില്ല എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ വായിക്കുന്നു. പക്ഷേ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ പീഡകളും നൊമ്പരങ്ങളും സഹിക്കുവാൻ ആ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയത് ആ കുരിശായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ ഗുരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവർ. ആ രക്ഷാദായകമായ കുരിശിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരുക്കമാണ് നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്. ലോകത്തിന്റെ ജ്ഞാനത്തിലും ബഹുമതികളിലും പ്രശംസിച്ച് ജീവിക്കുവാനല്ല, ദൈവശക്തിയാകുന്ന ക്രൂശിനെ മനസ്സിലാക്കുവാനാണ് സാധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, കുരിശിനെ അഭിമുഖീകരിക്കുക എന്നത് കേവലം കഷ്ടതകൾ സഹിക്കുക എന്നതല്ല, മറിച്ച് ക്രിസ്തു യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യമാക്കലാണ്. ദൈവപുത്രനായ ക്രിസ്തു തന്നെ തന്നെ വെറുമയാക്കി ക്രൂശിൽ അർപ്പിച്ചതുപോലെ, ശിഷ്യന്മാർ ഭയപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മയും തളർത്തിയേക്കാം. എന്നാൽ യേശു അവർക്ക് നൽകിയ ആ ഉയർപ്പിന്റെ പ്രത്യാശ ഇന്ന് നമുക്ക് മുൻപിലുമുണ്ട്. ക്രൂശില്ലാതെ കിരീടമില്ലെന്നും കിരീടത്തിൽ അവസാനിക്കാത്ത ക്രൂശില്ലെന്നും ഓർക്കുക. നമ്മുടെ ഓരോ സഹനങ്ങളും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാകട്ടെ. പീഡകൾക്കും കുരിശിനും കല്ലറയ്ക്കുമപ്പുറം ഒരു ഉയർപ്പിന്റെ പ്രത്യാശയുണ്ട് എന്ന ഉറപ്പോടെ നമുക്കും മുൻപോട്ട് നീങ്ങാം. നമ്മിലെ പഴയ മനുഷ്യനെ ക്രൂശിക്കാനും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കാനുമുള്ള ഒരുക്കമാവട്ടെ ഓരോ നോമ്പാചരണവും. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രൂശിന്റെ വഴിയിൽ ഭയപ്പെടാതെ നിന്നെ അനുഗമിക്കാനും നിന്റെ ഉയർപ്പിന്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.